ഇതാരാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ മുല്ലക്കൽ ബാലകൃഷ്ണനാണ്. ആശാനിച്ച് കുറുമ്പ് കൂടുമ്പോഴും മതപ്പാടുള്ളപ്പോഴൊക്കെ നമ്മുടെ കള്ളറോഡ് അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ ഈ സ്ഥലത്താണ് കൊണ്ട് തളയ്ക്കുന്നത്. ഇതാണ് കള്ളറോഡ് മഹാദേവൻ്റെ കിഴക്കേ നട. ഇവിടെ ഒരു ശാന്തമായ സ്ഥലമാണ്, ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നേരെ പടിഞ്ഞാറ് നടയാണെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഏരിയ ആണ്. ചന്ദ്രശേഖര ഭവൽപദങ്ങൾ ഹൃദി സന്തതം വിളയാടുവാൻ സങ്കടങ്ങളഖിലം പൊഴിഞ്ഞു ശിവശങ്കരന്റെ കൃപയേശുവാൻ ഗംഗയാറു ജടയിൽ ധരിച്ചു ശിവഗംഗയാക്കിയ മഹേശ്വരൻ. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുളം കൂടാതെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിൽ വലിയൊരു വിശാലമായൊരു ആറാട്ടുകുളം കൂടിയുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഇരു കുളങ്ങളുടെയും വശങ്ങളിലായും മറ്റ് ക്ഷേത്ര പരിസരത്തായും ഔഷധ സസ്യങ്ങൾ നട്ടു വളർത്തി നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു പോരുന്നുണ്ട്. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശമുള്ള ആറാട്ടുകുളത്തെ താനാകുളം എന്നാണ് അറിയപ്പെടുന്നത്. അവതാരമല്ലേ ഒന്ന് കണ്ടേര്. കല്ലിക്കുറോട് മഹർഷി ഭഗവാനെ തപസ് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങനെ മഹർഷിക്ക് ദർശനം നൽകിയ രൂപമാണെന്നാണ് സങ്കല്പം. സ്വയംഭൂവാണല്ലേ? സ്വയംഭൂവാണ്. ക്ഷേത്രത്തിൽ പഴക്കം
പഴക്കമൊന്നും മേളിൽ അതിനെപ്പറ്റിയുള്ള 600 വർഷത്തിന് എങ്കിലും മുകളിലുള്ള 10-60 വർഷത്തിന് മേലുണ്ടെന്നാണ് ആ, പറയുന്നത്. പിന്നെ ആ. അതിനെപ്പറ്റി ഉത്സവമൊക്കെ ഏത് സമയത്താ? ഇവിടുത്തെ ഉത്സവമൊക്കെ ഏത് സമയത്ത്? ഉത്സവം തുലാമാസത്തിലെ കറുത്ത ആറാട്ട് വരത്തക്ക രീതിയിൽ 8 ദിവസത്തെ ഉത്സവം. ദീപാവലി, പിന്നെ ശിവരാത്രി, വിഷു, അങ്ങനെ 10 ഉത്സവം. തിരുവാതിര ചറപ്പ ആട്ടവിശേഷത്തിൽപ്പെട്ടതല്ല. ഈ 10 ഉത്സവമുള്ള ആട്ടവിശേഷത്തിൽപ്പെട്ടത് 8 ഉത്സവവും ശിവരാത്രിയും വിഷുവും ഉത്സവം. മറ്റ് ചടങ്ങ് പ്രത്യേക ചടങ്ങുകൾ വല്ലതും? 6 ഉത്സവ ബലിയുണ്ട് 6 ഉത്സവം. ഇവിടെ. ഉത്സവങ്ങൾ 3 എണ്ണം ഉണ്ടോ? എന്തോ ഉത്സവങ്ങൾ 3 എണ്ണം ഉണ്ടോ? ഉത്സവങ്ങളില്ല. കൊടിയേറ്റ ഉത്സവം 8 ദിവസത്തെ ഉള്ളൂ. 8-ാം ദിവസം ആറാട്ട്. അങ്ങനെ അത് ഇവിടുത്തെ കുളത്തിൽ തന്നെ, പുറത്ത് പോകത്തില്ല. ഇവിടുത്തെ കുളത്തിൽ തന്നെ പോയി ആറാടി തിരിച്ചു വരികയാണ്. അത് ദേവസ്ഥൻ്റെ സ്ഥലം തന്നെയാണ്. മറ്റേ പറമ്പിലോട്ടോ കുളത്തിലോട്ടോ എങ്ങും പോകത്തില്ല അദ്ദേഹം. ഓക്കെ, താങ്ക്സ്. പ്രദക്ഷിണ വഴി കല്ല് പാകുന്നതിൻ്റെയും തിടപ്പള്ളിയുടെയൊക്കെ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഭക്തർ സംഭാവന നൽകുന്നതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഭക്തർക്ക് സംഭാവന നൽകുകയാണെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് കഴിയും. മനസ്സറിയാതെ സന്തതി സർപ്പങ്ങളോടെന്തെല്ലാം ദോഷങ്ങളെ ചെയ്യുപോയെങ്കിലും നാരദ കൈലാസ വീണ വായിച്ചു ഇന്നേക്കല്ല നാളേക്കല്ല രാജവട്ടം പന്തിരാണ്ടത്തേക്ക് നെല്ലും പൊന്നും വർദ്ധന ഉണ്ടാകണം, അഴകുവായസും കൽപ്പന ഉണ്ടാകണം. സുന്ദരികൾക്ക് വീട്ടിക്കോട്ട് നാഗരാജാവും നാർശാലനായി യക്ഷിയമ്മയും വീണസ്വരം കേ ഈ കാണുന്നതാണ് ആലപ്പുഴ കൽറോഡ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരനട. ഇവിടെ നിന്ന് ഏകദേശം 100 മീറ്ററോളം പടിഞ്ഞോട്ട് മാറിയാണ് ആറാട്ടുകുളം. ഭഗവാന്റെ ആറാട്ട് എഴുന്നള്ളത്ത് ഈ കുളത്തിൽ വെച്ചാണ് നടത്തുന്നത്. വളരെ വിശാലമായ ഒരു ആറാട്ടുകുളം തന്നെയാണിത്. ആറാട്ടുകുളത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഹൈവേ സൈഡിൽ റിലയൻസ് മാളും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൺവെൻഷൻ സെൻറ്ററും കാണാം. ആലപ്പുഴ കൽറോഡ് മഹാദേവൻ്റെ ആറാട്ടുകുളം ആണ് ഈ കാണുന്നത്. ഈ ആറാട്ടുകുളത്തിൻ്റെ ചുറ്റിനുമായി ഔഷധ സസ്യങ്ങൾ വെച്ച് പരിപാലിച്ചു പോരുന്നു. ഈ ആറാട്ടുകുളത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി പ്രസിദ്ധമായ SD കോളേജും ആലപ്പുഴ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ക്രിക്കറ്റ് ഗ്രൗണ്ടും നമുക്ക് കാണാം.